പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒക്ടോബർ മാസം പകുതി കഴിഞ്ഞും നവംബർ മാസം മുഴുവനും പരിശുദ്ധനും പുണ്യവാനുമായ പരുമലമാർ ഗ്രിഗോറിയോസ് തിരുമനസിലെ ഓർമ്മ ലോകത്തെമ്പാടുമുള്ള മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ സമൂഹം ഓർക്കുകയാണ്. ആ പുണ്യവാൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ഒരു കാലഘട്ടമായത്. ആ കാരണത്താൽ തന്നെ നമുക്ക് ഒരിക്കൽ കൂടെ പരിശുദ്ധനായ പുണ്യവാനായ താപസനായ പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളുന്നതിന് പ്രത്യേകം ശ്രമിക്കാം. 1848 അദ്ദേഹത്തിൻ്റെ ജനനം. 9 വർഷം കഴിഞ്ഞ്, അതായത് 1857 അദ്ദേഹം ഷമ്മാശനായി, 9ാമത്തെ വയസ്സിൽ. എന്തുകൊണ്ട് അദ്ദേഹം ഇത്ര ചെറുപ്പത്തിൽ ഷമ്മാശനായി വിളിക്കപ്പെട്ടു? ശൈശവം മുതൽ തന്നെ, ബാല്യം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ദൈവ ഭക്തനെന്നുള്ള നിലയിലുള്ള ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയായിരുന്നു. അങ്ങനെയാണ് ഷമ്മാശ പദവിയിലേക്ക് അദ്ദേഹം വിളിക്കപ്പെട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം, ഷമ്മാശനായ ശേഷം മുളന്തുരുത്തി പള്ളിയിൽ അദ്ദേഹം താമസമായി. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മൂത്ത സഹോദരനായ ഗീവർഗീസ് മൽപ്പാൻ മുളന്തുരുത്തി പള്ളിയിൽ താമസിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്തിരുന്നു. അങ്ങനെ മുളന്തുരുത്തി പള്ളിയിൽ താമസിച്ചുകൊണ്ട് ഗുരുവും ശിഷ്യനും, ഗുരുവിൽ നിന്ന് അദ്ദേഹം സുറിയാനി ഭാഷ പഠിച്ചു, മറ്റു പല ഭാഷകളും പഠിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, തമിഴ് ഉൾപ്പെടെ. അങ്ങനെയുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായി. നന്നായി പഠിക്കും, നന്നായി പ്രാർത്ഥിക്കും, പ്രാർത്ഥനയും പഠനവും. അങ്ങനെയായിരുന്നു ഗീവർഗീസ് ഷമ്മാശൻ എന്ന ഭക്തൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷത. അങ്ങനെ ജീവിച്ച ഷമ്മാശൻ ജീവിത യാത്രയിൽ ഒരു പ്രത്യേക പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. അതിലേക്കാണ് പ്രത്യേകമായ ശ്രദ്ധ ഇന്ന് നമ്മൾ ചെലുത്തേണ്ടത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സവിശേഷമായ സംഭവം? അന്നത്തെ കാലത്ത് മസൂരി രോഗം ഉണ്ടായിരുന്നു. മസൂരി രോഗം എന്ന് പറയുമ്പോൾ ചിക്കൻ പോക്സ് അല്ല, സ്മോൾ പോക്സ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും അക്കാലത്തെ മസൂരി രോഗം വളരെ തീവ്രമായിരുന്നു, വേദനാജനകമായിരുന്നു. അപൂർവം മാത്രമേ ആ രോഗം വന്നു കഴിഞ്ഞാൽ മനുഷ്യർ രക്ഷപ്പെടുകയുള്ളൂ. ഗീവർഗീസ് മൽപ്പാന്, അതായത് ഗീവർഗീസ് ഷമ്മാശനാണ് പരുമല തിരുമേനി. അന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മൂത്ത സഹോദരൻ ഞാൻ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം രോഗബാധിതനായി, സ്മോൾ പോക്സ് വന്നു, മസൂരി രോഗം പിടിപെട്ടു. അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ മസൂരി രോഗം വന്ന ഒരാളിനെ പ്രത്യേകം ആക്കി. എന്നാൽ ഗുരുവും പിതാവുമായ, പിതൃസ്ഥാനീയനുമായ ഗീവർഗീസ് മൽപ്പാനെ ശുശ്രൂഷിക്കുവാൻ എപ്പോഴും മസൂരി രോഗം അതുവരെ വന്നിട്ടില്ലാത്ത ഗീവർഗീസ് ഷമ്മാശൻ താല്പര്യമെടുത്തു. എപ്പോഴും കൂടെ കാണും, അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ആവശ്യമായ കാര്യങ്ങളെല്ലാം, സാഹചര്യങ്ങളെല്ലാം ത്യാഗബുദ്ധിയോടെ അദ്ദേഹം ചെയ്തു മൽപ്പാനസിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ പിതൃസ്ഥാനത്തുള്ള
പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഗീവർഗീസ് മൽപ്പാന് വേണ്ടി 1863 ഗീവർഗീസ് മൽപ്പാൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. അത് കഴിഞ്ഞ് അധികം താമസിയാതെ അതിൻ്റെ തുടർച്ചയെന്നോണം ഗീവർഗീസ് മൽപ്പാനച്ചനെ ശുശ്രൂഷിച്ച ഗീവർഗീസ് ഷമ്മാശന് മസൂരി രോഗം പിടിപെട്ടു. ആ മസൂരി രോഗം വളരെ കഠിനമായിരുന്നു. സ്മോൾ പോക്സ്, ഹീമോറാഗിക് സ്മോൾ പോക്സ് എന്നാണ് അതിന് പ്രത്യേകം പേര് കൊടുത്തിരിക്കുന്നത്. അതിന് മലയാള ഭാഷയിൽ കനകകല്ലൂരി എന്നാണ് നാമകരണം. അന്നത്തെ മലയാളം കനകകല്ലൂരി. അത് പിടിപെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നത് വളരെ അപൂർവം. വളരെ വേദനാജനകമായിരുന്നു അത്. രക്തം കുമിള പോലെ വന്ന് അത് പൊട്ടി, അതിൻ്റെ ഫലമായി രക്തം ഒഴുകിപ്പോവുക, അതോടൊപ്പം തന്നെ അതുണ്ടാക്കുന്ന വ്രണം, അതിൻ്റെ വേദന വളരെ ദുഃഖകരമായിരുന്നു. ആ വേദനാജനകമായ രോഗാവസ്ഥയിൽ അത് സഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പൂർണ്ണ സമയവും പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്നാണ്. പ്രാർത്ഥനയിലും ധ്യാനത്തിലും ദൈവാഭിമുഖമായി ആ കാലഘട്ടം ചെലവഴിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അപൂർവമായ ഒരു ഭാഗ്യമുണ്ടായി. ദൈവമാതാവായ മർത്തമറിയാം അമ്മ ഈ ഗീവർഗീസ് ഷമ്മാശന്, പരിമല തിരുമേനി ഗീവർഗീസ് ഷമ്മാശൻ പ്രത്യക്ഷയായി. അത് ഗീവർഗീസ് ഷമ്മാശൻ്റെ ജീവിതത്തെ സമഗ്രമായി സ്വാധീനിച്ചു. ആ സന്ദർഭത്തിൽ ഒരു തീരുമാനമെടുത്തു ഗീവർഗീസ് ഷമ്മാശൻ. ഞാൻ പൂർണ്ണമായും എൻ്റെ ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നു. വിവാഹാലോചനകളൊക്കെ അതിന് ശേഷമുണ്ടായി, സാധാരണ നടപ്പെന്ന പോലെ. പക്ഷേ അദ്ദേഹം സന്യാസ ജീവിതം, തപശ്ചര്യ അതിൽ തന്നെ ജീവിക്കുന്നതിന് പ്രത്യേകം തീരുമാനമെടുത്തു. അങ്ങനെ അദ്ദേഹം സന്യാസ നിഷ്ഠയുള്ള ഒരു വൈദികനായി ദൈവതിരുസന്നിധിയിൽ ജീവിക്കും എന്ന് തീരുമാനമെടുക്കുകയായിരുന്നു. പരിമല തിരുമേനിയുടെ ജീവിതം അങ്ങനെയാണ് മാറ്റപ്പെട്ടത്. അന്ന് ഏതാണ്ട് 14.5 വയസ്സ് മാത്രം പ്രായം, 14-15 വയസ്സ് മാത്രം പ്രായമുള്ള കൗമാരം. ആ പ്രായത്തിൽ യുവത്വത്തിലേക്കുള്ള ആ പടി ചവിട്ടുന്ന സന്ദർഭത്തിൽ ദൈവതിരുസന്നിധിയിൽ സമ്പൂർണമായി പരിമല തിരുമേനി സമർപ്പിതരാവുകയായിരുന്നു. അതിനുശേഷം പിന്നെ പിന്നോട്ട് നോക്കിയിട്ടില്ല. മുന്നോട്ട് തന്നെ അദ്ദേഹം പടിപടിയായി ഉയർന്ന് വരികയായിരുന്നു. മൽപ്പാനച്ചനുമായുള്ള ജീവിതം വളരെ അനുഗ്രഹകരമായ ഒരു സന്ദർഭമായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പരിത്യാഗം, സ്വന്തം ജീവനെ പോലും ബലി കഴിച്ചുകൊണ്ട് പിതൃസ്ഥാനീയനും ഗുരുവുമായ ഗീവർഗീസ് മൽപ്പാനച്ചനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ രോഗാവസ്ഥയിൽ ശുശ്രൂഷിക്കുവാൻ സ്വയം സമർപ്പിതനാവുകയായിരുന്നു. ഭക്തിയും സ്നേഹവും ഉണ്ടാക്കുന്ന പരിത്യാഗം, സ്നേഹത്തിൽ കുതിർന്ന പരിത്യാഗം, അതാണ് ഗീവർഗീസ് ഷമ്മാശൻ നാം കാണുന്നത്. അതിൻ്റെ ഫലം എന്തായിരുന്നു? അതോടൊപ്പം തന്നെ ഭക്തി ജീവിതവും, രോഗാവസ്ഥയിൽ പ്രാർത്ഥനയിൽ ദൈവാഭിമുഖമായി. ആ സന്ദർഭത്തിലാണ് ദൈവമാതാവായ മർത്തമറിയാം അമ്മ അവന് പ്രത്യക്ഷപ്പെടുന്നത്. ജീവിതത്തിൽ അങ്ങനെ സമർപ്പിതനായ ഒരു സന്യാസ ശ്രേഷ്ഠൻ അവിടെ ജനിക്കുകയായി. ഈ സന്ദർഭത്തിൽ ഇതാണ് പരിമല തിരുമേനിയുടെ ജീവിതത്തിലെ
നിർണായകമായ ഒരു കാലഘട്ടമായി, ഒരു ഘട്ടമായി നാം കാണുന്നത്. ജീവിതത്തിൽ സമ്പൂർണമായി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി, പൗരോഹിത്യ പദവിയിൽ പൂർണ്ണമായി സമർപ്പിതനായി മുമ്പോട്ട് പോകും എന്നുള്ള തീരുമാനം. 2-3 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ, ആ സന്ദർഭത്തിലെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, നന്നായി പ്രാർത്ഥിക്കും, നന്നായി പഠിക്കും. വൈദിക ജീവിതത്തിലേക്കുള്ള അഭ്യസനത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പ്രാർത്ഥനയും അതോടൊപ്പമുള്ള പഠനവും. ഇങ്ങനെ ഒരു മാതൃകാ ജീവിതമുള്ള ഒരു പുരുഷന്, ഒരു ദൈവപുരുഷനെയാണ് ആ യുവത്വത്തിൽ തന്നെ, അല്ല കൗമാരത്തിൽ തന്നെ നമുക്ക് കാണാനാവുക. അതിൻ്റെ ഫലമായാണ് അമ്മയുടെ ദർശനം. അതിൻ്റെ തുടർച്ചയായാണ് ദൈവതിരുസന്നിധിയിൽ ദൈവവേലയ്ക്കുള്ള സമർപ്പണം. അന്നല്ല, എക്കാലവും അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കും എന്ന് പരിമല തിരുമേനി നമ്മെ പ്രത്യേകമായി പഠിപ്പിക്കും. കുഞ്ഞുങ്ങളെ, ജീവിതത്തിൽ ഇങ്ങനെയുള്ള ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശുശ്രൂഷയിൽ സമർപ്പിക്കുവാൻ കഴിയുക. അതേ സന്ദർഭത്തിൽ തന്നെ ഭക്തിയിൽ ദൈവത്തോട് എങ്ങനെ വളരാൻ കഴിയും? രോഗബാധിതരായിരിക്കുന്ന സന്ദർഭത്തിൽ അത് വേറൊരു പാഠമാണ്. ദൈവമാതാവായ മർത്തമറിയാം അമ്മയുടെ ദർശനം കിട്ടിയ ശേഷം ജീവിതത്തെ സമ്പൂർണമായി ദൈവവേലയ്ക്കായി സന്യാസ ജീവിതം സ്വീകരിച്ചുകൊണ്ട് സമർപ്പിച്ചു. നമുക്ക് പാഠങ്ങൾ ഇന്നും ഉൾക്കൊള്ളാനുണ്ട് പരിമല തിരുമേനി. കുഞ്ഞുങ്ങളെ, ആ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. ആ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാം. ദൈവത്തിൻ്റെ കൃപ, പുണ്യവാന്റെ മധ്യസ്ഥത നമുക്കെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും.